വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് രാജസ്ഥാൻ കോട്ടയിലെ ചമ്പൽ റിവർ ഫ്രണ്ടിലാണ്. ചമ്പൽ റിവർ ഇന്ത്യയിലധികം മലിനീകരിക്കപ്പെട്ടിട്ടില്ലാത്ത നദി. ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് ആ നദിയുടെ റിവർ ഫ്രണ്ട് മനോഹരമാക്കാൻ വേണ്ടി ചെലവഴിച്ചത് 1400 കോടികളാണ്. രാജസ്ഥാൻ കോട്ടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ 20 രൂപയ്ക്ക് പേ ആൻഡ് പാർക്ക് ചെയ്തതിനു ശേഷമാണ് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 200 രൂപയായിരുന്നു നോർമൽ ടിക്കറ്റ് റേറ്റ് വരുന്നത്. പല പർപ്പസുകൾക്കുള്ള ടിക്കറ്റുകൾക്ക് പല റേറ്റുകളാണ് അവർ ഈടാക്കുന്നത്. ഇവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ച ഇതായിരുന്നു. പുറമേന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2 ദിവസമായിട്ടാണ്. അതിന്റെ ഒരു പ്രധാന കാരണം രാവിലത്തെ ആംബിയൻസും രാത്രിയിലത്തെ ആംബിയൻസും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് മാത്രമല്ല 6 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ ട്രഡീഷണൽ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. നമ്മൾ ആ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ചില ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ള സ്ഥലങ്ങൾ. സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ മുട്ടറ്റം വെള്ളം കിടപ്പുണ്ട്. നമുക്ക് മേളിൽ നിന്ന് നോക്കിയാൽ അത്രത്തോളം തോന്നില്ലെങ്കിലും താഴെ ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. ചമ്പൽ റിവർ ഫ്രണ്ടിന്റെ മെയിൻ എൻട്രി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ആണ്. 10ൽ കൂടുതൽ ആൾപ്പൊക്കത്തിലാണ് ഈ കാണുന്ന തൂണുള്ളത്. ഞാൻ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ആ തൂണിന്റെ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ കയറുമ്പോൾ ഉള്ള കാഴ്ച ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രാവിലെയും രാത്രിയായിട്ടുള്ള വ്യൂ ആണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചമ്പല് ഇവിടെ നിന്ന് നേരെ നോക്കുമ്പം കാണാൻ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ ചമ്പലിന്റെ അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോഴും ഇതുപോലുള്ള വ്യൂ കാണാൻ നല്ല രസമാണ്. അധികവും ആൾക്കാർ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നത് രാത്രിയിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കാണുന്ന 9 സിംഹങ്ങളുടെയും സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത് മാർബിളിലാണ്. ഇന്ന് ഭയങ്കര തണുപ്പാണെന്നും പറഞ്ഞ് ഇട്ടോണ്ട് വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര ചൂട്. സഹിക്കാൻ വയ്യാത്ത ചൂടും വെയിലും. കുഴപ്പമില്ല, ഇതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. എടുത്തത് വെറുതെ ആയില്ല. അതെ, ഇവിടെ കയറി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഈ ആർട്ട് വർക്കുകളാണ്. ആ ചുമരിലൊക്കെ ഉള്ള പെയിന്റിങ്ങുകളൊന്ന് ശ്രദ്ധിച്ചേ, എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റും റൈറ്ററുമായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഈ ഒരു സ്റ്റാച്ചു വെച്ചിരിക്കുന്നതിന്റെ പുറകിൽ കാണും ബിൽഡിങ്ങുകളിൽ ഫ്യൂച്ചറിൽ ഒരു ലൈബ്രറി ആക്കാൻ സാധ്യതയുണ്ട്. ചമ്പലിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ ബുക്കിന്റെ ആകൃതിയിൽ സ്റ്റെപ്പുകളും ചെയ്തിട്ടുണ്ട്. ഇതാണ് രംഗമഞ്ച്. രാത്രി 6 മണിക്ക് ശേഷം ഇവിടെ രാജസ്ഥാനി ട്രഡീഷണൽ ഡാൻസുകളൊക്കെ നടത്താറുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവര് ഭയങ്കര എഫോർട്ട്ലെസ് ആയിട്ടാണ് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഇതിന് മുകളിൽ കയറിയാൽ നമുക്ക് അത്യാവശ്യം ഈ ചമ്പൽ റിവർ ഫ്രണ്ടിന്റെ മൊത്തമുള്ള വ്യൂവും കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ അവരൊരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 50 രൂപ കൊടുത്ത് ഇതിനകത്ത് എൻട്രി ചെയ്തിട്ട് ഈ പടികളൊക്കെ കയറി നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ചമ്പലിന്റെ ആ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ഇവിടെ എത്തിയപ്പോ ഒരു തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ എത്തിയ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം നിറച്ചും പച്ചപ്പും ഔഷധ സസ്യങ്ങളും ആൽമരവും ഒക്കെ ഇതിന് ചുറ്റും ഉണ്ടായിരുന്നു. ഒരു 3ഓളം ക്ഷേത്രമെങ്കിലും ഈ ചുറ്റുവളപ്പിൽ ഉണ്ടായിരുന്നു. ഈ വൃന്ദാവൻ ഗാർഡനിൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഈ പുളിമരമാണ്. പന്നാദായി രാജാവിന്റെ മകനെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് സ്വന്തം മകന്റെ ജീവൻ ബലിയർപ്പിച്ച ഒരു സ്ത്രീയാണ് ഇത്. വിശ്വാമൈത്രി ഘട്ടില് ആദ്യം തന്നെ ഉള്ളത് പാൻ ഏഷ്യൻ ആർക്കിടെക്ചർ ആണ്. ബുദ്ധന്റെ ചിത്രവും ഈ ഗോൾഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പെയിന്റുകൾ ആ ഒരു ബിൽഡിങ്ങിനെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫുൾ പേൾ വൈറ്റില് നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നോർത്ത് അമേരിക്ക ആർക്കിടെക്ചർ. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഫ്രഞ്ച് ആർക്കിടെക്ചറും അവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് വുഡില് തന്നെയാണ് ഈ ഒരു ചൈനീസ് ആർക്കിടെക്ചർ അവർ ചെയ്തിട്ടുള്ളത്. ഇടതുവശത്തായിട്ട് കാണുന്നത് ഇൻഡോ മുഗൾ ആർക്കിടെക്ചറും വലതുവശത്തായിട്ട് കാണുന്നത് ഇറ്റാലിയൻ ആർക്കിടെക്ചറുമാണ്. ഈ ആർക്കിടെക്ചർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇതിന്റെ മുന്നിൽ എത്തിയപ്പോൾ എനിക്കൊരു തമിഴ്നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീലാണ് തോന്നിയത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ ഉള്ളത്. ഈ ഒരു പേർഷ്യൻ ആർക്കിടെക്ചറും ബ്രിട്ടീഷ് ആർക്കിടെക്ചറിനും ശേഷം ഈ ഒരു മോസ്കിന്റെ ആർക്കിടെക്ചർ ആയിരുന്നു ഇവിടെ ഉള്ളത്. ഈ ഒരു ആർക്കിടെക്ചേഴ്സ് എല്ലാം ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഫ്രണ്ട്ഷിപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് 12 സോഡിയാക് സൈനുകളാണ്. അത് മാത്രമല്ല ആ വെള്ള നിറത്തിൽ കാണുന്നതെല്ലാം പ്യുവർ മാർബിൾ ആണ്. ഇങ്ങനെ ഓരോ സൈനുകളുടെ നേരെ മാർബിൾ കസേരകളും അവർ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ ട്രഡീഷനെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഈ 6 ഒട്ടകങ്ങളുടെ ശില്പങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 ആൾ പൊക്കമെങ്കിലും ഇതിനുണ്ട്.
ഇതിനുള്ളിൽ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. അതിൽ ഒരിടത്ത് ചെന്നിട്ട് ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഈ കാണുന്നത് ഒരു മുതലയാണെന്ന് എനിക്ക് മനസ്സിലായത്. മ്യൂസിക് പ്രോഗ്രാമുകളും വാട്ടർ ഫൗണ്ടൻ ഡാൻസുകളും പലപ്പോഴായി നടത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടം. ഇവിടെ ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ സ്റ്റാച്യൂവും ഉണ്ടായിരുന്നു. ഈ ഒരു വാള് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നെന്നുണ്ടെങ്കിലും ഇത് കണ്ടപ്പം എനിക്ക് തോന്നിയത് സമ്മർ ഇൻ ബത്ലഹീം സിനിമയ്ക്കകത്ത് ജയറാമിന്റെ ഫാം പോലെയാണ്. കാരണം ഇതിന്റെ പുറവിലോട്ട് നോക്കിയാൽ അവിടെ എങ്ങും ഒന്നുമില്ല. ഇത് വെറും ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഹൗസ് ഓഫ് ക്യാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് ക്യാൻഡീസ് ഉണ്ടായിരുന്നു. ഞാനിതിനുള്ളിൽ കയറിയപ്പോൾ എനിക്കിതിനകത്ത് ആംബിയൻസ് ഒക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അതിനകത്ത് വാൾ പെയിന്റിംഗ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 1500 മാർബിൾ ബ്ലോക്കുകൾ കൊണ്ട് ചെയ്തിട്ടുള്ള 42 മീറ്റർ ഹൈറ്റിലുള്ള ചമ്പൽ മാതയുടെ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇവിടെ വന്നതുകൊണ്ട് കോട്ടയിലെ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതിനുള്ളിൽ തന്നെ ജോലി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ ഇന്ത്യൻ കൾച്ചർ കീപ്പ് ചെയ്യാൻ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മ്യൂസിയമാണ്. ഇതിന് ചുറ്റും ഒരുപാട് ഗാർഡൻ ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ അവർ ഓരോരുത്തടുത്തുമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഔഷധ സസ്യങ്ങൾ. ഒറ്റ കാഴ്ചയിൽ ഈ കാണുന്നത് ഒരു കൊട്ടാരമായി തോന്നുന്നുണ്ടെങ്കിലും ഇതിനകത്ത് മ്യൂസിയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ളതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇത്രയും വലിയൊരു വ്യൂവിൽ നിന്ന് ഞാൻ ഈ ഒരു വിഷ്വൽ കാണുമ്പം എന്റെ മനസ്സിൽ തോന്നിയത്, നമ്മൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മാക്സിമം പോകുന്നത് നമുക്ക് ഇന്ത്യക്ക് പുറത്തായിരിക്കും. ഇന്ത്യക്കകത്ത് തന്നെ ഇത്രയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടെന്നുള്ളതാണ്. രാത്രിയിലെ ഇവിടുത്തെ ഓരോ ലൈറ്റ് സെറ്റിങ്ങുകളും രാവിലത്തെ ഇവിടുത്തെ ഗാർഡൻ അറേഞ്ച്മെന്റും ഒക്കെ കാണാൻ നല്ല രസമാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെ രാജസ്ഥാനിൽ തണുപ്പായതുകൊണ്ട് ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഈ ചമ്പൽ റിവർ ഫ്രണ്ട്. നമ്മൾ റിവർ ഫ്രണ്ടിന്റെ ഈസ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി വെസ്റ്റ് സൈഡിലോട്ട് പോവാണ്. ഈ സൈഡിലെ കാഴ്ചകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും ആർക്കിടെക്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പറയാൻ ഇരിക്കാൻ വയ്യ. കാര്യം അസാധ്യമായിട്ടുള്ള രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അവർ ഗാർഡൻ ഒക്കെ കീപ്പ് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്യുന്നതും, പിന്നെ ഇവിടെ ഉള്ള ഗാർഡ്സ്, ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ചിലയിടത്തൊക്കെ കയറാൻ പറ്റില്ല. ഇതിനുള്ളിൽ മ്യൂസിയമാണ്. അപ്പം മ്യൂസിയത്തിന് ഇൻസൈഡ് ഉള്ളത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം അലൗഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനത് എന്തായാലും മ്യൂസിയത്തിന് ഇൻസൈഡുള്ള കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു സൈഡ് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം വീഡിയോ എടുക്കാനുള്ള കോണ്ടന്റ് ഉണ്ടായിരുന്നു. ജയ്പൂരൊക്കെ ഓക്കെ, പക്ഷെ കോട്ടയിൽ ഇതുപോലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. കാര്യം കോട്ടയിൽ വരുമ്പോൾ ഞാൻ ഇത്രത്തോളം ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു ചമ്പൽ റിവർ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പം ഇത്രയും സൂപ്പറായിട്ട് ചെയ്യുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ കൊള്ളാം. പിന്നെ നമ്മുടെ ക്ലൈമറ്റും കൂടെ കുറച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അപ്പം ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ സ്വെറ്റർ കൊണ്ട് എനിക്കൊരു യൂസ് വന്നു. കാരണം ഇവിടെ അധികവും കുടയൊന്നുമില്ല. അപ്പം ഭയങ്കര വെയിലാണ്. അപ്പം ഇതിൻ്റെ ക്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോയത്. അപ്പം കൊള്ളാം. നല്ല ഒരു ആംബിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിതൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാനും നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഇങ്ങനെ മനോഹരമായിട്ട് കാണാനുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. സോ ഇവിടുന്ന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുന്നില്ല. ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് ഇവിടുത്തെ വണ്ടിയിലാണ് പോകുന്നത്. കാര്യം ഇവിടുത്തെ തിരിച്ചങ്ങോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിളാണ്. കാര്യം ഇപ്പം തന്നെ ഒരു പരിവായി. അപ്പോൾ ഇനി ബുദ്ധിമുട്ടാണ് ഇനി തിരിച്ചങ്ങോട്ട് നടന്നു പോവാന്നുള്ളത്. സോ ഇനി നമുക്ക് വണ്ടിയിൽ തിരിച്ചു പോവാം. മൊത്തത്തിൽ നമ്മളൊരു 6 കിലോമീറ്റർ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടായിരിക്കാം. ചമ്പലിന്റെ എൻട്രൻസിൽ മുകളിൽ നിന്ന് ഞാൻ എടുത്ത ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചമ്പൽ റിവർ ഫ്രണ്ടിന്റെ വെസ്റ്റ് സൈഡാണ് ആ വലതു ഭാഗത്തായിട്ട് കാണുന്നത്. ഈസ്റ്റ് സൈഡാണ് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ കൾച്ചറിന്റെ എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് ഉള്ള ഈ ഒരു ചമ്പൽ റിവർ ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാത്രിയിലും രാവിലെയും വെവ്വേറെ രീതിയിൽ സൗന്ദര്യമുള്ള ഈ ഒരു റിവർ ഫ്രണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ. ഇതെന്റെ ആദ്യത്തെ യൂട്യൂബ് ലോങ് വീഡിയോ ആണ്. അത് മാത്രമല്ല എനിക്കറിയാവുന്നതുപോലെ ഉള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ വെയിലും കൊണ്ട് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എടുക്കുന്ന വീഡിയോയിൽ ഒരംശമെങ്കിലും ഇത് കാണുന്നവർക്ക് മനസ്സിലാവണം എന്നുള്ളത്. ഇത് ഞാൻ ചമ്പല്ല ഗാർഡനിൽ കണ്ട കുട്ടി പപ്പീസ് ആണ്. എനിക്ക് ഇവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ആൻഡ്
നമ്മളിപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മളിപ്പം ഈ ഇടയ്ക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ക്രാക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എവറിവൺ ഫോർ സപ്പോർട്ടിങ് മീ. Hope you guys like my video. Please do like, share, subscribe my channel and wait for my next video.